കഴിച്ചതിനു ശേഷമുള്ള പഴത്തൊലികൾ വെറുതെ കളയരുത്. അവയ്ക്ക് വലിയ ഉപയോഗങ്ങളുണ്ട്. ലോങ്ങൻ പഴത്തിന്റെ തോടുകൾ മൈദയുപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുക. ശേഷം ഇത് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ ചെറുതീയിൽ തിളപ്പിക്കുക. ഈ പാനീയം തലവേദനയോ തലകറക്കമോ ഉള്ളപ്പോൾ ചൂടോടെ കുടിക്കുന്നത് ആശ്വാസം നൽകും. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൊലി വൃത്തിയാക്കി കൽക്കണ്ടവും 500 ഗ്രാം വെള്ളവും ചേർത്ത് തിളപ്പിച്ച് പിങ്ക് നിറമാക്കുക. തൊലികൾ അരിച്ചെടുത്ത ശേഷം 40 ഗ്രാം വൈറ്റ് ജെല്ലി പൗഡർ ചേർത്ത് അലിയിക്കുക. ഇതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കഷ്ണങ്ങൾ കൂടിയിട്ട് ഒരു പാത്രത്തിലാക്കി തണുപ്പിക്കാൻ വെച്ചാൽ പോഷകഗുണമുള്ള ജെല്ലി തയ്യാർ. ബെബ്ലൂസ് നാരങ്ങയുടെ തൊണ്ടൊരു പാത്രം പോലെയാക്കി അതിനുള്ളിൽ മക്കിപ്പൂ പോലുള്ള സുഗന്ധവസ്തുക്കൾ വെച്ച് കത്തിക്കാം. വീട്ടിലായാലും ഓഫീസിലായാലും ഇതിന് നല്ല മണം മാത്രമല്ല ആരോഗ്യത്തിനും നല്ലതാണ്. ഓറഞ്ച് തൊലികൾ കഷ്ണങ്ങളാക്കി ഒരു ഭരണിയിലിടുക. അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും വെള്ളവും ചേർക്കുക. ഇത് നന്നായി അടച്ച് ഒരാഴ്ച ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഈ പ്രകൃതിദത്ത ലായനി പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം. ഇത് കൈകൾക്ക് ദോഷകരവുമല്ല. വാഴപ്പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിടുക. അതിലേക്ക് 500 മില്ലി ചൂടുവെള്ളം ഒഴിച്ച് 24 മണിക്കൂർ വെയിലത്ത് വെച്ച് പുളിപ്പിക്കുക. ശേഷം ഇതിലേക്ക് 10 മില്ലി വിനാഗിരി ചേർക്കുക. ഈ ലായനി ചെടികളുടെ ചുവട്ടിലൊഴിക്കുകയോ സ്പ്രേ ബോട്ടിലിലാക്കി ഇലകളിൽ തളിക്കുകയോ ചെയ്യാം. ഇത് ചെടികൾ നന്നായി പൂക്കാനും ഇലകൾ മഞ്ഞ നിറമാകുന്നത് തടയാനും സഹായിക്കും. ഈ പേജ് ഫോളോ ചെയ്താൽ കിടിലൻ ലൈഫ് ഹാക്കുകൾ പഠിക്കാം.